സിനിമാ കോൺക്ലേവിന് പൂർണ്ണ സജ്ജരെന്ന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ 24-നോട്. സമഗ്ര ചർച്ചകളിലൂടെ സിനിമാ നയം രൂപീകരിക്കും. സിനിമാ നയരൂപീകരണത്തിന് കാലതാമസമുണ്ടാകില്ല. ആദ്യഘട്ട യോഗങ്ങളൊക്കെ നേരത്തെ പൂർത്തിയായതാണെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു. സലീം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ കേട്ടതാണ് സംസ്ഥാന സർക്കാർ ഒരു സിനിമാ നയം രൂപീകരിക്കുന്നുവെന്ന്. ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിൽ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ ദിവ്യ എസ് അയ്യറാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്തൊക്കെയായി ഒരുക്കങ്ങൾ? ഒരു സിനിമാ കോൺക്ലേവ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം കാത്തിരിക്കുന്നത്. നമ്മൾ പൂർണ്ണമായും സജ്ജരാണ്. അപ്പോൾ കേരള ഫിലിം പോളിസി കോൺക്ലേവ് എന്നുള്ള ഈ ഒരു വലിയൊരു നാഴികക്കല്ലാണ് നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ. നമ്മൾ ഓഗസ്റ്റ് 2, 3, 2 നാളുകൾ ഈ സിനിമ പോളിസി കോൺക്ലേവ് ഇവിടെ നടത്തുകയാണ്. സമഗ്രമായിട്ടുള്ള ചർച്ചകൾ രൂപീകരിച്ച് അതിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ച് ജനകീയമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളൊരു സിനിമാ നയം രൂപീകരിക്കുകയാണ്. സ്വാഭാവികമായും വലിയ അഭിപ്രായങ്ങൾ ഉയർന്നു വരും ഈ 2 ദിവസം. അത് കഴിഞ്ഞാൽ ഈ സിനിമാ നയത്തിന് വലിയ കാലതാമസം ഉണ്ടാകുമോ? ഇല്ല, നമ്മളിപ്പോൾ ഇത് തന്നെ സിനിമാ നയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പ്രഥമമായിട്ടുള്ള യോഗങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. KSFDCയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഷാജി കരുൺ സാർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും ധാരാളം സംഘടനകളുമായിട്ടും സിനിമയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളുമായിട്ടുമൊക്കെ കൺസൾട്ടേഷൻ പ്രോസസ്സ് എന്നുള്ളത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള അഭിപ്രായ രൂപീകരണം അത് ക്രോഡീകരിച്ച് നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ അതും ഇപ്പോൾ വളരെ സുതാര്യമായിട്ടുള്ള രീതിയിൽ ഈ സിനിമ കോൺക്ലേവിലൂടെ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളും രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഇത് ചാലിച്ചെടുത്തുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത ഘട്ടത്തിൽ സിനിമാ നയം എന്നുള്ളത് രൂപീകരിക്കുക. അപ്പോൾ അതിന് വ്യക്തമായിട്ടൊരു ടൈം ലൈൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയബന്ധിതമായിട്ട് തന്നെ സാംസ്കാരിക വകുപ്പ് അത് തീർച്ചയായിട്ടും നടപ്പിലാക്കും എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക. ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഇങ്ങനെ വരച്ച വരയിൽ നിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില അയവുകളും കോണുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളും അതിനെ കാണുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അത് സ്വീകാര്യമായിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു വിപ്ലവകരമായൊരു മാറ്റമാണ് സിനിമാ കോൺക്ലേവ്. അപ്പോൾ ആ നിലയിൽ തന്നെ അത് വളരെ നന്നായി നടക്കട്ടെ. സിനിമാ കോൺക്ലേവിന് എല്ലാവിധ ആശംസകളും. വളരെ നന്ദി. സലീം മാലിക്, 24, തിരുവനന്തപുരം.